മാംഗോൻ്റെ സീസൺ ഓൾമോസ്റ്റ് കഴിയാതായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്ത് എന്താ പറയുക നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സീസണൽ ഫ്രൂട്ട്സൊക്കെ പിന്നെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ എത്ര വിചാരിച്ചാലും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ എനിക്കിന്ന് ഇവിടെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു കിഡിലിന് ഐസ്ക്രീം ഉണ്ടാക്കാം, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു 1.5 മാങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഐസ്ക്രീമിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചെറിയ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ളത് സാധാ പോലെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. ഇതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഒരു 3/4 കപ്പോളം, അരക്കപ്പോ 1/4 കപ്പോ നിങ്ങൾ നോക്കിയിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് കുറച്ചേ ഉള്ളെങ്കിൽ ബാക്കി പഞ്ചസാര ചേർത്താലും മതിയാവും. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക, അപ്പോഴാണ് നല്ല ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുത്തോട്ടോ. അപ്പം നല്ലൊരു ഒരു മാംഗോൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി വേറെ ഒന്നുമില്ല, അതിലോട്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് മേലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കിഡിനായിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഇതിനൊക്കെ നമ്മൾ പുറത്ത് കാശ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.